ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം എന്നൊരു ചൊല്ല് മലയാളക്കരയിലുണ്ട്. മിക്കവാറും എല്ലാ മലയാളികൾക്കും അത് അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടും ഭാരമെന്ന വാക്ക് ചേർത്ത് വച്ചിരിക്കുമ്പോഴും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആന ഒരുപക്ഷെ വിചാരിക്കും, ഇതെന്തോ ഭാരമാ ഉറുമ്പ് വഹിക്കുന്നത്, ചെറിയൊരു അരിമണിയല്ലേ. എന്നാൽ ഉറുമ്പിന് പറയാനുള്ളത്, ചെറിയ അരിമണിയാണെങ്കിലും അത് എനിക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. ഇങ്ങനെയാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് നമ്മുടെ ഭാരം ലഘുവായി തോന്നിയേക്കാം. എന്നാൽ ആ ഭാരം വഹിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഭീകരത എത്രമാത്രമുണ്ടെന്ന് തിരിച്ചറിയുകയുള്ളൂ. ഏത് നിലയിലുള്ള ഭാരമാണെങ്കിലും അതിന് ഒരു പരിഹാരമുണ്ട് തിരുവചനത്തിൽ. തുടർന്ന് അതേക്കുറിച്ച് ചിന്തിക്കാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. തുടർധ്യാനത്തിനായി 55-ാം സങ്കീർത്തനം 22-ാം വാക്യം വായിക്കട്ടെ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഇനി എത്ര നാൾ ഞാൻ ഈ ഭാരം വഹിക്കണമെന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരുപക്ഷെ നിങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, ഇനി എത്ര നാൾ ഞാൻ ഈ ഭാരം വഹിക്കണമെന്ന്. ഒരു കാര്യം ഉറപ്പിച്ചു, ദൈവം അറിയാതെ ഒരു ഭാരവും നമ്മുടെ മേലില്ല എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ഭാരം ചുമപ്പിക്കുന്ന ആളാണോ? അതാണോ ദൈവം? അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ദൈവം നമ്മെ ഭാരം ചുമപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടെ ചുമലിൽ കെട്ടിവെക്കാറില്ല. ചില ആളുകൾക്ക് എത്ര വലിയ ഭാരമാണെങ്കിലും അത് വഹിക്കുന്നതിൽ യാതൊരു വിധമായ സന്തോഷക്കുറവുമില്ല. അവർക്ക് പറയാനുള്ളത്, ഇത് എത്ര നാൾ, വളരെ കുറച്ച് നാൾ മാത്രമേ ഇത് നമ്മൾ ഇവിടെ വഹിച്ചാൽ മതി, നമുക്ക് ഇവിടെ വിട്ടു പോകേണ്ട ഒരു അവസരമുണ്ടല്ലോ. എല്ലാ ഭാരങ്ങളും മാറി, നമ്മുടെ എല്ലാ കണ്ണുനീരും മാറി, സന്തോഷം എന്നും ആസ്വദിക്കത്തക്ക നിലകളുള്ള ഒരവസരം അതും കർത്താവിനോടുകൂടെ ദൈവം വച്ചിട്ടുണ്ടല്ലോ. മനസ്സിനെ വല്ലാതെ അലട്ടുന്ന സമയങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ചിന്ത വരാൻ സാധ്യതയില്ല. എന്നാൽ ചിലർക്കെങ്കിലും അങ്ങനെയല്ല. ഏത് പ്രതിസന്ധിയിലും അവർ ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തും. യേശു കർത്താവ് ലോകത്തിൽ ആയിരുന്ന സമയങ്ങളിൽ അനേക അത്ഭുതങ്ങൾ ചെയ്തുവെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, തിരുവചനത്തിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അത്ഭുതങ്ങൾ പലതും വാസ്തവത്തിൽ ഏതെങ്കിലും നിലയിലുള്ള അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടിയായിരുന്നില്ല. പലരുടെയും ഭാരങ്ങൾ താൻ ഏറ്റെടുക്കുകയായിരുന്നു. അതിലൂടെ ദീർഘമായ 12 വർഷങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ, അന്നത്തെ ന്യായപ്രമാണ യുഗത്തിൽ അവർക്ക് അത് അനുവദനീയമായിരുന്നില്ല. എന്നാൽ അവരുടെ ഭാരം നിശ്ചയമായിട്ടും അറിയാവുന്നവരായി പലരും ഉണ്ടായിരിക്കാം. എന്നാൽ പരിഹാരം കാണുവാൻ ആരുമുണ്ടായിരുന്നില്ല. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ, പുറത്തിറങ്ങാൻ അനുവാദവുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ആരെങ്കിലും ഒരു ആശ്വാസത്തിന് എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴി ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യാൻ കഴിയുന്നത്? വളരെ ചുരുക്കമായ ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, ദൈവം അറിയാതെ ഒരു തലമുടി പോലും താഴെ പോവുകയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടരുത്. ഏതെങ്കിലും നിലയിലുള്ള നിരാശയുടെ അനുഭവങ്ങൾ ജീവിതത്തെ അലട്ടുന്ന സമയങ്ങളിൽ വചനത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയം വയ്ക്കുക. എൻ്റെ ഭാരം നിശ്ചയമായിട്ടും ദൈവം വഹിക്കുമെന്ന് ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തന്നെ പരിശീലിപ്പിച്ച് വളർത്തിയെടുക്കണം. രാജാവായിരുന്ന ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിലെ പ്രസക്തമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്നുള്ളത്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം രാജാവായതിനു ശേഷവും രാജാവാകുന്നതിന് മുമ്പും അനവധി അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. തൻ്റെ ഭാരമേറിയ വിഷയങ്ങളുടെ മേലൊക്കെ ആർക്കും പരിഹാരം കാണാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം നേരിട്ടിടപെട്ട് തന്നെ സഹായിച്ചത് തനിക്ക് അത്ഭുതകരമായ സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. എൻ്റെ ജീവിതാനുഭവമാണ് താനിവിടെ വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെ ഭാരം, നമ്മുടെ ഭാരം, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന ഉറപ്പ് നമുക്ക് കൈമാറുന്നതിലൂടെ നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് അങ്ങനെ ഒരു അത്ഭുതം ചെയ്യട്ടെ എന്ന് നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വഹിക്കുന്ന ഭാരങ്ങൾ പലപ്പോഴും മറ്റു പലർക്കും അറിയില്ല. ഞങ്ങളോട് കൂടെയുള്ളവർക്കും മറ്റാൾക്കും മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ സകല ഭാരങ്ങളും അറിയുന്ന ദൈവമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുന്ന ഭാരത്തോടെ, നിരാശയോടെ, സങ്കടത്തോടെ ദൈവത്തിന് സെല്ലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടുന്ന് കരുണ കാണിക്കുകയും ദൈവപ്രവൃത്തികളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേട്ടികൾ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.